ഇന്ന് നമ്മൾ റോമർ 5-ാം അധ്യായത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യരാശിയുടെ ഒരു പൊതുവായ പ്രശ്നത്തിൽ നിന്ന് തുടങ്ങി അതിനൊരു അവിശ്വസനീയമായ പരിഹാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു യാത്രയാണ്. അപ്പം നമുക്ക് തുടങ്ങാം. നമ്മളിൽ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണിതല്ലേ, ഒരാൾ യേശുവിൽ വിശ്വസിച്ചു, ഓക്കെ, അത് കഴിഞ്ഞിട്ടെന്ത്? ജീവിതത്തിൽ ശരിക്കും എന്ത് മാറ്റമാണ് വരുന്നത്? അതിൻ്റെയൊക്കെ ഫലങ്ങൾ എന്തെല്ലാമാണ്? പൗലോസ് അപ്പസ്തലൻ പറയുകയാണ്, ഈ ചോദ്യത്തിനുള്ള ഉത്തരം തുടങ്ങുന്നത് ഒറ്റവാക്കിലാണ്: സമാധാനം. വിശ്വാസത്തിന്റെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മാനമാണിത്. ഇത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു ആശ്വാസം മാത്രമല്ല കേട്ടോ, അതിനേക്കാളൊക്കെ ഉപരി ദൈവവുമായുള്ള നമ്മുടെ സ്റ്റാറ്റസ് മാറുകയാണ്. മുമ്പ് പാപം കാരണം നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു. ആ ഒരു ബന്ധം മാറി നമ്മളിപ്പോൾ ദൈവവുമായി സമാധാനത്തിലായി, നിരപ്പിലായി, അതും യേശുക്രിസ്തുവിലൂടെ. ഈ സമാധാനത്തിന് ഒരടിസ്ഥാനമുണ്ട്. അതിനെയാണ് നീതീകരണം എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ വലിയൊരു വാക്കായി തോന്നാമെങ്കിലും സംഭവം സിമ്പിളാണ്. ഒരു കോടതി രംഗം സങ്കൽപ്പിക്കുക. കുറ്റവാളിയായ നമ്മളെ ന്യായാധിപനായ ദൈവം യേശുവിനെ നോക്കിയിട്ട് പറയാണ്, നിങ്ങളിനി കുറ്റവാളിയല്ല, നിങ്ങൾ നീതിമാൻ. റോമർ 5-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത്, വിശ്വാസത്താൽ നമ്മളിങ്ങനെ നീതീകരിക്കപ്പെടുമ്പോഴാണ് നമുക്ക് ദൈവവുമായി സമാധാനം ലഭിക്കുന്നത് എന്നാണ്. അപ്പോൾ ഈ നീതീകരണം വഴി നമുക്ക് 3 കാര്യങ്ങൾ ഉടനെ ലഭിക്കുകയാണ്. 1, ദൈവവുമായുള്ള യുദ്ധം കഴിഞ്ഞു, സമാധാനമായി. 2, നമുക്കൊട്ടും അർഹതയില്ലാത്ത ദൈവകൃപയിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാനുള്ളൊരവസരം കിട്ടി. പിന്നെ 3, ഭാവിയിൽ നമ്മൾ ദൈവത്തിന്റെ മഹത്വത്തിൽ പങ്കാളികളാകുമെന്നുള്ള ഉറപ്പുള്ളൊരു പ്രത്യാശയും ലഭിച്ചു. ഒരു മിനിറ്റ്, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ജീവിതം എപ്പോഴും ഒരുപോലെ അല്ലല്ലോ. രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ വരുമ്പോൾ ഈ പറഞ്ഞ സമാധാനം എവിടെ പോകും? അതിനെന്ത് സംഭവിക്കും? ശരിയാണ്, അതൊരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. പക്ഷെ ഇവിടെയാണ് ഈ അദ്ധ്യായം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കഷ്ടത സമാധാനത്തിന്റെ ശത്രുവാണെന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ പൗലോസ് പറയുന്നത് കഷ്ടത ഒരു ശത്രുവല്ല, മറിച്ച് നമ്മളെ പരിശീലിപ്പിക്കുന്ന ഒരു ട്രെയിനറെ പോലെയാണ് എന്നാണ്. റോമർ 5-ാം അധ്യായം 3-4 വാക്യങ്ങൾ ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് കാര്യങ്ങൾ പറയുന്നത്. ആദ്യം കഷ്ടത വരുന്നു. ആ കഷ്ടതയെ നമ്മൾ നേരിടുമ്പോൾ നമ്മളിൽ സഹനശക്തി അഥവാ എൻഡ്യൂറൻസ് ഉണ്ടാകുന്നു. ജിമ്മിൽ പോകുമ്പോൾ മസിലിന് വേദനിക്കുന്ന പോലെ ഈ സഹനശക്തി കാലക്രമേണ നമ്മുടെ സ്വഭാവത്തെ ഉറപ്പുള്ളതാക്കി മാറ്റുന്നു. അങ്ങനെ പരീക്ഷിച്ച് തെളിയിക്കപ്പെട്ട ഒരു സ്വഭാവത്തിൽ നിന്നാണ് ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്താത്ത ഒരു പ്രത്യാശയുണ്ടാകുന്നത്. ഇവിടെ പറയുന്ന പ്രത്യാശ എല്ലാം ചിലപ്പോൾ ശരിയാകുമായിരിക്കും എന്നൊരു നേരിയ പ്രതീക്ഷയല്ല. ഇത് പാറ പോലെ ഉറപ്പുള്ള ഒന്നാണ്. കാരണം എന്താണെന്നോ, അതിന്റെ അടിസ്ഥാനം നമ്മുടെ സാഹചര്യങ്ങളോ നമ്മുടെ കഴിവുകളോ ഒന്നുമല്ല, പിന്നെയോ ഒരിക്കലും മാറാത്ത ദൈവസ്നേഹമാണ്. ഈ വാക്യമാണ് നമ്മുടെ പ്രത്യാശയുടെ ഉറപ്പ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ നല്ലവരായതിനു ശേഷം ദൈവം നമ്മളെ സ്നേഹിക്കുകയല്ല ചെയ്തത്. നമ്മൾ പാപികളും ബലഹീനരും ദൈവത്തിന്റെ ശത്രുക്കളുമായിരുന്ന സമയത്ത് ദൈവം മുൻകൈയെടുത്ത് തന്റെ മകനെ നമുക്കുവേണ്ടി നൽകി. ഇതിലും വലിയൊരു തെളിവ് ആ സ്നേഹത്തിനിനി വേണോ? അതെ, അതൊരു വലിയ അവകാശവാദമാണ്. പക്ഷെ എന്തിനായിരുന്നു ഇത്ര വലിയൊരു യാഗം വേണ്ടി വന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ മനുഷ്യചരിത്രത്തിന്റെ തുടക്കത്തിലേക്ക് തന്നെ പോകണം. അതിനുള്ള ഉത്തരമാണ് ഈ അധ്യായത്തിന്റെ ഹൃദയഭാഗം. മനുഷ്യരാശിയെ പ്രതിനിധീകരിക്കുന്ന 2 തലവന്മാരെ ഇവിടെ താരതമ്യം ചെയ്യുകയാണ്. ഒന്നാമൻ ആദാം, രണ്ടാമൻ ക്രിസ്തു. ഈ താരതമ്യം മനസ്സിലാക്കാൻ പ്രതിരൂപം എന്ന വാക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ആദാം ചെയ്ത കാര്യങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫിക് നെഗറ്റീവ് പോലെയാണ് ക്രിസ്തു ചെയ്തത്. ആദാം ചെയ്തതിന്റെ നേർവിപരീതമായ ഫലമാണ് ക്രിസ്തുവിലൂടെ വന്നത്. ഒരാൾ നാശത്തിലേക്കും മരണത്തിലേക്കും വാതിൽ തുറന്നപ്പോൾ മറ്റൊരാൾ ജീവനിലേക്കും കൃപയിലേക്കും ഒരു പുതിയ വാതിൽ തുറന്നു. ഈ പട്ടിക നോക്കൂ, ഇത് വളരെ വ്യക്തമാണ്. ആദാമിന്റെ ഒരൊറ്റ അനുസരണക്കേട്, ആ ഒരൊറ്റ ലംഘനം എല്ലാ മനുഷ്യരിലേക്കും പാപവും മരണവും കൊണ്ടുവന്നു. എന്നാൽ മറുവശത്ത് ക്രിസ്തുവിന്റെ ഒരൊറ്റ നീതിപ്രവൃത്തി, അതായത് കുരിശിലെ അപൂർണമായ അനുസരണം, എല്ലാവർക്കും നീതീകരണവും നിത്യജീവനും നേടാനുള്ള വഴി തുറന്നുതന്നു. അപ്പോ 1 എന്ന സംഖ്യയുടെ ശക്തി നമ്മൾ കാണണം. ഒരാളുടെ ഒരൊറ്റ പ്രവൃത്തിക്ക് ലോകത്തെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിഞ്ഞു. ആദാമിന്റെ ഒരു തെറ്റ് ലോകത്തെ തകർത്തു. എന്നാൽ ക്രിസ്തുവിന്റെ ഒരു ശരിക്ക് ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള ശക്തിയുണ്ട്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ആദാമിലൂടെ പാപവും മരണവും ലോകത്തിൽ വന്നുവെങ്കിൽ പിന്നെ എന്തിനായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞ് മോശയിലൂടെ ന്യായപ്രമാണം കൊടുത്തത്?
അത് കൂടുതൽ നിയമങ്ങൾ തന്ന് പ്രശ്നം വഷളാക്കുകയല്ലേ ചെയ്തത്. ന്യായപ്രമാണത്തിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു റോളാണുണ്ടായിരുന്നത്. നമ്മുടെ ശരീരത്തിലെ എല്ലിന് ഒരു പൊട്ടലുണ്ടെന്നറിയാൻ എക്സ്റേ എടുക്കുന്നതുപോലെയായിരുന്നു ന്യായപ്രമാണം. ആ എക്സ്റേ എല്ല് പൊട്ടിച്ചതല്ല, പക്ഷെ പൊട്ടലെത്ര ഗുരുതരമാണെന്ന് നമുക്ക് കാണിച്ചുതന്നു. അതുപോലെ പാപമെന്ന പ്രശ്നം എത്ര ആഴത്തിലുള്ളതാണെന്ന് ന്യായപ്രമാണം നമുക്ക് വ്യക്തമാക്കി തന്നു. ഈ വാക്യത്തിന്റെ ആദ്യ ഭാഗം കേൾക്കുമ്പോൾ ഒരു വിരോധാഭാസം പോലെ തോന്നാം. ന്യായപ്രമാണം വന്നപ്പോൾ എന്താണ് പാപം എന്ന് കൃത്യമായി നിർവചിക്കപ്പെട്ടു. അതോടെ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളുടെ എണ്ണം കൂടി. പാപം എത്രമാത്രം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത വിധത്തിൽ അത് തെളിഞ്ഞുവന്നു. എന്നാൽ ഇവിടെയാണ് കഥയുടെ ഏറ്റവും ഗംഭീരമായ ട്വിസ്റ്റ്. പാപം എത്ര വലുതാണെന്ന് ന്യായപ്രമാണം കാണിച്ചു തന്നപ്പോൾ അതിനേക്കാൾ എത്രയോ മടങ്ങു വലുതാണ് ദൈവത്തിന്റെ കൃപയെന്നും തെളിഞ്ഞു. ദൈവകൃപ പാപത്തെ വെറുതെ മറച്ചുവെക്കുകയല്ലേ ചെയ്യുന്നത്. ഒരു സുനാമി വന്ന് കരയെ മൂടുന്നതുപോലെ പാപത്തെ പൂർണ്ണമായി തോൽപ്പിച്ച് കവിഞ്ഞൊഴുകുകയാണ്. ഈ ചാർട്ട് നോക്കൂ, ഇത് സംഭവം വ്യക്തമാക്കും. പാപമെന്ന ലംഘനം ഒരു വലിയ പ്രശ്നമാണ്, സംശയമില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയോ, അത് താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്തത്ര വലുതാണ്. പാപത്തിനുള്ളൊരു മരുന്നു മാത്രമല്ല കൃപ, അത് അളവില്ലാതെ കവിഞ്ഞൊഴുകുന്ന ഒന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരു ഭരണമാറ്റം. ആദാം കാരണം പാപം മരണത്തിലൂടെ ഒരു രാജാവിനെ പോലെ നമ്മളെ ഭരിച്ചു. എന്നാൽ ഇപ്പോൾ ക്രിസ്തു കാരണം കൃപ നീതിയിലൂടെ നമ്മളെ ഭരിക്കുന്നു. ആ ഭരണത്തിന്റെ ഫലമോ നിത്യജീവൻ. ഇതെല്ലാം സാധ്യമാക്കിയത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോൾ അവസാനം നമുക്കെല്ലാവർക്കും ചിന്തിക്കാൻ ഒരു ചോദ്യം ബാക്കിയുണ്ട്. നമ്മുടെ എല്ലാ പാപങ്ങളെക്കാളും ബലഹീനതകളെക്കാളും എത്രയോ വലുതായ ഒരു കൃപയുടെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ആ ഒരു അറിവ് നമ്മുടെ ഓരോ ദിവസത്തെയും, നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തികളെയും എങ്ങനെയാണ് മാറ്റേണ്ടത്?